ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, വിചാരണയും വിധിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ കൊച്ചാക്കി, നമ്മൾ കളിവാക്കി, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുകയാണ്, ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു. അതേ അവസരത്തിൽ കാന്തപുരത്തിന്റെ മോനെന്താ റസൂലുള്ളാഹിനെ വിളിക്കുന്നത്? മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഷ്ഖ്, ഇഷ്ഖോ മഹബത്ത്. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. നീ 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 എന്നല്ലേ വിളിച്ചത്? നിങ്ങൾ ഇവിടെ വന്നിട്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നീന്ന് വിളിച്ചത് ഇഷ്ക് കൊണ്ട് പറഞ്ഞതാത്രേ. ഇഷ്ക്, എന്ത് ഇഷ്ക്, എന്ത് ഇഷ്ക്? നീന്ന് പറഞ്ഞാൽ നിങ്ങൾ കോപിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിക്കാണ് നീന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ആ നിലക്കുള്ള പരാമർശങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്. എന്നിട്ടോ അക്ബർ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അതാ അപ്പുറത്ത് നിന്നുള്ള ക്രിസ്ത്യാനികൾ സംവാദത്തിന്റെ അവസരത്തിൽ റസൂലുള്ളാഹിനെ കൊച്ചാക്കി സംസാരിച്ചപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വളരെ മോശപ്പെടുത്തി സംസാരിച്ചപ്പോ അക്ബർ സാഹിബ് അവിടെ ഒരു പ്രയോഗം പറഞ്ഞു, ഒരു പയ്യൻ പ്രയോഗം കണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സാധാരണ പയ്യനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞ് കാടളക്കി പ്രചരണം നടത്തുകയാണിവർ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവിടെ അക്ബർ സാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടെ പയ്യൻ എന്ന് പ്രയോഗിച്ചത് നബിയെ മോശപ്പെടുത്താൻ പറഞ്ഞതാണോ? അതോ അങ്ങനെ ഒരാളായി ജീവിച്ചിട്ട് പോലും കണ്ടോ നബിയുടെ മഹത്വം പറയാനല്ലേ അക്ബർ സാഹിബ് അവിടെ അത് ഉദ്ധരിച്ചത്? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഖുർആനിനെയും ആക്ഷേപിച്ചുകൂടെ? കാരണം പരിശുദ്ധ ഖുർആനിൽ അതാ മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഉമ്മിയായ മുഹമ്മദ് നബി, ഉമ്മിയായ മുഹമ്മദ് നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഖുർആനിൽ പറയുമ്പോ ഉമ്മിയ എന്നിങ്ങനെ ഉമ്മി എന്ന് പ്രയോഗിക്കുന്നു. എന്താണ് ഉമ്മി എന്ന് പറഞ്ഞാൽ? ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എഴുതാനും വായിക്കാനും അറിയാത്തയാള്, അക്ഷരജ്ഞാനമില്ലാത്തയാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അക്ഷരമറിയാത്ത മുഹമ്മദ് നബി എന്നല്ലേ? എഴുതാൻ അറിയാത്ത മുഹമ്മദ് നബി എന്നല്ലേ? വായിക്കാൻ അറിയാത്ത മുഹമ്മദ് നബി എന്നല്ലേ? പറയൂ പേരോടെ ഖുർആൻ അവിടെ ഉമ്മി എന്ന് പ്രയോഗിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനെ കൊച്ചാക്കാനാണോ? അല്ല, അവിടെ ഉമ്മി എന്ന് പറഞ്ഞത് അവിടുത്തെ മഹത്വം പറയാനാണ് കേട്ടോ. ഒരു സ്ഥലത്തും പോയി പഠിച്ചിട്ടില്ലാത്ത, ഒരു ഉസ്താദിന്റെ കീഴിലും ശിഷ്യത്വം സ്വീകരിച്ചിട്ടില്ലാത്ത, ഒരു രാജ്യത്തിലേക്കും യാത്ര പോയിട്ട് ഒന്നും പഠിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ലാത്ത, എഴുതാനും വായിക്കാനും അറിയാതെ അവരുടെ കൂട്ടത്തിൽ തന്നെ ജീവിച്ച് വളർന്ന മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാജ്യത്തുള്ള സർവ്വ സാഹിത്യ സാമ്രാട്ടുക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് പരിപാവനമായ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആയത്തങ്ങ് ഓതിക്കൊടുത്തില്ലേ? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പ്രഖ്യാപിക്കുന്നില്ലേ? അല്ലാഹു തആല പറയുന്നു, വഇൻ കുൻതും, നിങ്ങൾ ഫീ റൈബിൻ, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത സത്യത്തെക്കുറിച്ച് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ, നിങ്ങൾ വലിയ ആലിമീങ്ങളല്ലേ, നിങ്ങൾ വലിയ സാഹിത്യകാരന്മാരല്ലേ? എന്റെ അടിമയായ മുഹമ്മദ് എഴുതാൻ അറിയില്ലല്ലോ, വായിക്കാൻ അറിയില്ലല്ലോ. അങ്ങനത്തെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്, ഞാൻ കേൾപ്പിച്ചു കൊടുത്തത്, ഞാൻ അവതരിപ്പിച്ചു കൊടുത്തത് നിങ്ങൾക്ക് ഓതിത്തരുമ്പോ അത് കളവാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതുപോലൊന്ന് കൊണ്ടുപാടോ. ഒരായത്തെങ്കിലും കൊണ്ടുവരാമോ? ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാമോ? ഒറ്റക്ക് കഴിയില്ലെങ്കിൽ ശുഹദാക്കും, നിങ്ങളുടെ സർവ്വസാക്ഷികളെയും വിളിച്ചോ എന്ന് അല്ലാഹു വെല്ലുവിളിച്ചിട്ടില്ലേ? ആ വെല്ലുവിളിയുടെ മഹത്വം നബി ഉമ്മിയാണെന്ന് പറഞ്ഞപ്പോഴല്ലേ കിട്ടിയത്.
അക്ഷരജ്ഞാനമുള്ള നബിയാണെങ്കിൽ മുഹമ്മദ് എന്താ പഠിച്ച ആളല്ലേ, മൂപ്പര് കൊണ്ടുവന്ന് പ്രസംഗിക്കണിൽ ഞങ്ങൾക്ക് എന്താന്ന് ചോദിക്കൂലേ? പക്ഷേ എഴുതാനും വായിക്കാനും പോലും അറിയാതിരുന്ന നമ്മുടെ നേതാവ് അത് നബിയെ കൊച്ചാക്കലാണോ? ഇതേപോലെ ക്രിസ്ത്യാനി പാതിരിമാര് അക്ബർ സാഹിബിന്റെ മുമ്പിൽ വെച്ച് മഹാനായ നമ്മുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് സാധുക്കളായ ആളുകൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം മുക്കി കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തുകാരായ കക്ഷികളോട് നബി തങ്ങൾ പഠിപ്പിക്കാത്ത ആദർശം പഠിച്ചുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിച്ച, ബിദ്അത്ത് പ്രചരിപ്പിച്ച കക്ഷികൾക്കും അറിയാതെ വെള്ളം കൊടുക്കാൻ ഒരുങ്ങുമ്പോ അല്ലാഹു ഓർഡർ പുറപ്പെടുവിക്കില്ലേ, മുഹമ്മദേ കൊടുത്തു പോകരുത്. ആ അവസരത്തിൽ നബി തങ്ങൾ പറയില്ലേ, ഫസുഹ്ഖൻ സുഹ്ഖാ, പിറകോട്ട് മാറിപ്പോ, പിറകോട്ട് മാറിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ലേ. ആ നബി തങ്ങളെ സംബന്ധിച്ച് അപ്പുറത്തുള്ള കക്ഷികൾ കൊച്ചാക്കാൻ തയ്യാറായപ്പോ നിങ്ങളെ പറയുന്നത് ശരിയല്ല, ഞങ്ങളെ നേതാവ് നബിയാകുന്നതിന്റെ മുമ്പേ എങ്ങനെ ജീവിച്ചയാളാണെന്നറിയാമോ എന്ന നിലക്ക് അവരോട് അത്രയും അങ്ങനെ ജീവിച്ചിട്ടും ഇത്രയും വലിയ മഹത്വത്തിൽ എത്തിയത് എന്തേ എന്ന് പാതിരിമാരെ ചോദിച്ച് മുട്ടുമടക്കിക്കാനാണ് അക്ബർ സാഹിബ് അത് പറഞ്ഞത്. അത് അടർത്തിയെടുത്തിട്ടല്ലേ നിങ്ങളിപ്പൊ പ്രചരിപ്പിച്ചിട്ട് അക്ബറിന്റെ പേരിൽ CD വിറ്റ് കാശാക്കാൻ നോക്കുന്നത്? മാന്യതക്ക് ചേർന്നതല്ല, അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ അതുകൊണ്ട് വിചാരിച്ചോ അക്ബർ സാഹിബിനെ ഒന്ന് നിർത്താമെന്ന്? അക്ബർ സാഹിബിന്റെ സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന 10,000 കൂച്ചു വിലങ്ങിടാമെന്ന് പേരോടിതിലൂടെ വിചാരിച്ചു പോയെങ്കിൽ നിങ്ങൾ ഇവിടെ വിഡ്ഢികളുടെ സ്വർഗത്തിലാ. ഒറിജിനൽ സ്വർഗത്തിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ, ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ നിലക്കുള്ള പ്രയോഗങ്ങളും പരസ്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല. വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിരുന്ന ദീന് അതതുപോലെ പറയണം. വിശുദ്ധ ഖുർആൻ പഠിക്കണം, അതിന്റെ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. അല്ലാഹുവിനെ പറ്റി പറഞ്ഞതുപോലെ ഹദീസിൽ എങ്ങനെ വന്നുവോ അതുപോലെയൊക്കെ പറയണം. പരിഹാസം നിർത്തൂ, ഇസ്ലാം പറയൂ, ദീന് പറയൂ. എനിക്കെന്റെ ചെറുപ്പക്കാരോട്, എന്റെ ചെറുപ്പക്കാരോട്, സഹോദരീ സഹോദരന്മാരോട്, എന്നോടെന്ന പോലെ സർവരോടും പറയാനുള്ളത്, നമുക്ക് വലുത് നമ്മുടെ ആദർശമാണ്. ഇന്നലെ നിങ്ങൾ കേട്ട് കഴിഞ്ഞില്ലേ, പ്രസംഗിച്ച സ്ഥലത്ത് നിങ്ങൾ തെറി പറഞ്ഞത് കൊണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യാർത്ഥം ഏതെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥലം ഒന്ന് കമ്പിവേലി കൊണ്ട് മട്ടിമറച്ചാൽ അതൊക്കെ ദുർവ്യാഖ്യാനിച്ചിട്ട് നുണ പറയുന്ന സ്വഭാവം കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല കേട്ടോ. ഞങ്ങൾ ദീന് വഴി പ്രചരിപ്പിക്കുകയാണ്, ഞങ്ങൾ ഇസ്ലാമാണ് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാം ദീന് പ്രചരിപ്പിക്കുന്ന ഞങ്ങള് ഊച്ചുവിടങ്ങിടാമെന്ന് നിങ്ങൾ എന്ത് തന്നെ ഏത് ഇമ്പാച്ചി കാട്ടിയിട്ടും നടക്കൂല എന്നേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. മരണം വരെ റൂഹ് ഞങ്ങളുടെ ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിന്റെ പാതയിൽ ഞങ്ങൾ പോരാടും. അല്ലാഹുവേ നീ സാക്ഷിയാണ്. ഇതാ ഈ പ്രിയപ്പെട്ട ജനങ്ങൾ പറയട്ടെ, ആദർശം നിങ്ങൾ പഠിക്കണം. പഠിച്ചാലും പോരാ, അത് ജീവിതത്തിൽ പകർത്തണേ. യഥാർത്ഥ വിശ്വാസമാണ് നമ്മുടെ ജീവൻ. അതിനനുസരിച്ച കർമ്മങ്ങളാണ് അതിന്റെ പവിത്രതക്ക് തിളക്കം കൂട്ടുന്നത് കേട്ടോ. തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ നാഥന്റെ യഥാർത്ഥമായ അവന്റെ പ്രീതിയെ ഉദ്ദേശിച്ചുകൊണ്ട് 5 നേരത്തെ നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചോളൂ. സകാത്ത് കൃത്യമായി കൊടുത്തോളൂ. ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിച്ചോളൂ. അല്ലാഹു തന്ന കണ്ണുകൊണ്ട് ഹറാം കാണരുത് കേട്ടോ. ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ്, ഹറാം കേൾക്കരുത് കേട്ടോ, ഹറാം പറയരുത് കേട്ടോ. ഖുർആനാണ് നമുക്ക് വേണ്ടത്, അത് വീടുകളിൽ ചൊല്ലിക്കോ. മുഹീദ്ദീൻ മാലയുടെ 400-ാം വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണ് ചിലര്. മാലപ്പാട്ടുകളൊക്കെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ